ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. നമുക്ക് ഇന്ന് കൂർക്ക ഈ നെറ്റ് വെച്ച് എങ്ങനെ ഇത്ര എളുപ്പത്തിൽ നന്നാക്കി എടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കൂർക്ക നന്നായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. 15-20 മിനിറ്റ് എങ്കിലും ഒന്ന് കുതിർത്താനായിട്ട്, എന്നിട്ട് നല്ല വെള്ളത്തിലിട്ട് വെക്കാം. അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി നന്നാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഈ നെറ്റാണ് കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ചുവന്നുള്ളി, വെളുത്തുള്ളി, സവാള അങ്ങനത്തെയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു നെറ്റാണ്. അപ്പോൾ ആ ഒരു നെറ്റിലേക്ക് കൂർക്ക കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ അഴിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈവച്ച് നമ്മൾ തുണിയൊക്കെ ഒന്ന് തിരുമ്പിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കൂർക്കമത്തെ തൊലിയൊക്കെ എളുപ്പത്തിൽ നമ്മുടെ ഈ കല്ലുമേ പറ്റി വരും. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുത്താൽ മാത്രം മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് കൂർക്ക നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കൂർക്ക മേടിക്കുമ്പോൾ ഈ ട്രിക്കിലൊന്ന് കൂർക്ക നന്നാക്കി നോക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് നന്നാക്കി എടുക്കാം. 1 കിലോ കൂർക്കയൊക്കെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മുടെ കൂർക്കയുടെ തുമ്പ് ഭാഗത്ത് ചെറുതായിട്ട് ഒരു ഇങ്ങനെ ഞാരൊക്കെ നിൽക്കുമല്ലോ, അത് ഇതുപോലെ ഒന്ന് ഈ 2 വശങ്ങളിലായിട്ട് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂർക്ക ഇവിടെ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൂർക്ക നന്നാക്കി എടുക്കാറുള്ളത്. എനിക്കിത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കഴിയുന്ന ഒരു മെത്തേഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കൂടെ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകളും നമ്മുടെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.